സമയം വണ്ടി വിടരുത്. അമ്മയെ കെട്ടിക്കാൻ പോകുന്നു. ബിഗ് പ്രാങ്ക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വയസ്സ് എന്ന കാലത്ത് പ്രേമം പ്രേമിക്കാം, പക്ഷെ രണ്ടുപേർക്കും മനസ്സും വേണം, സമ്മതവും വേണം. അതെ, ആർക്കെങ്കിലും ഒരാൾക്കാണ് സമ്മതമെങ്കിൽ ഈ പിള്ളേര് കയറി നിരങ്ങിയണക്ക് അങ്ങ് നിരങ്ങും. നിൽക്കാവേ. ഞാൻ തന്നെയല്ല ഉള്ളായിരുന്നു. അപ്പം ചേച്ചിയുണ്ട്, ആ ചേച്ചി അന്ന് ഇല്ലായിരുന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരനാണെങ്കിൽ എന്നോട് നമ്പരൊക്കെ മേടിച്ചിട്ടേ ഭയങ്കര ശല്യമാണ്. ശല്യം എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിക്കുക, മെസ്സേജ് അയക്കുക, ഞങ്ങൾ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അത് കാരണം നീ ആ നമ്പർ നിന്റെ കെട്ടിയവൻ്റെ കൊടുക്കാൻ പറ്റുന്നു. കെട്ടിയവൻ്റെ കൊടുക്കുന്നത് എങ്ങനെ ഈ നമ്പർ? ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് കെട്ടിയവൻ്റെ കൊടുക്കാൻ പറ്റുമോ? ഇന്ന് ഓടിച്ചാന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇവിടെ എങ്ങാണ്ട് വരുമെന്ന് പറഞ്ഞു. അതിനായി മുമ്പേ മോലെ എന്നെ വിളിക്കുന്നുണ്ട്. അതാ ഞാൻ മുമ്പേ മോല് പറഞ്ഞത് ചേച്ചിയോട്. അപ്പം അങ്ങനെ വിളിച്ച് ചെല്ലിപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇവിടെ എവിടെ കണ്ടുണ്ടാവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്ന ഒരു ഇതാണെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ ഒന്ന് അച്ഛനുണ്ട്, പിന്നെ കെട്ടിയോനുണ്ട്, ഇവനോട് പറയുക. കെട്ടിയോനോട് പറയണം. കെട്ടിയോനോട് ഞാൻ എങ്ങനെ പറയണം? ഇതുപോലെ എന്നെ വിളിച്ച് ശല്യമാന്ന് പറയണം. ഇതേ നമ്പരും കൊടുത്തിട്ട് നീ പറ, എന്നെ വിളിച്ചിട്ട് ശല്യവാ എൻ്റെ ചേട്ടാ, എനിക്ക് ഒരിക്കലും ഇരിക്കാൻ മേല എന്ന് പറയണം. നമ്മൾ പറയണം. അത് തന്നെ ഏറ്റവും വലിയ ശരി. ആ പുള്ളി ഉണ്ടല്ലോ, പിന്നെ പുള്ളി പിന്നെ ഒളിപ്പിച്ചൊരു പരിപാടി നമ്മൾ ചെയ്യല്ലോ. ഒളിപ്പിച്ചല്ല, നമുക്ക് അവൻ വരുമോ നോക്കട്ടെ. അവൻ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ തീർത്തു പറയണം. ഇതിന് ഈ ശല്യം പറ്റുകയില്ല. ഈ ശല്യം ഇനിയും പറ്റുകയില്ല. ഹലോ, കണ്ടോ ഈ സ്കൂൾ വിട്ടോണ്ടിരിക്കുക. ബ്ലോക്ക് ചെയ്തേ. എന്താ ചേച്ചി ഇവിടെ? ചേച്ചി എന്താ? പിന്നെ അതെ കണ്ടോ, അവൻ വിളിച്ചോണ്ടിരിക്കുക. ആരാടി? ഒരു ഞങ്ങളുടെ വാർഡിലുള്ള ഒരുത്തനാണേ. അവൻ എന്നെ അങ്ങ് ശല്യം ചെയ്യുവാന്നേ. എന്നും മിസ് കോൾ അടിക്കുന്നു. പിന്നെ ഇതുപോലെ രാത്രിയിലും പകലും എല്ലാം മെസ്സേജ് അയക്കും. ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്ത് നമ്മൾ പെണ്ണുങ്ങളുടെ അത് നമ്മൾ അങ്ങനെ വെറുതെ വിട്ടാലൊക്കെ എന്താ പറഞ്ഞടി? വിളിച്ച് വേറെ എന്തൊക്കെ ഇതുണ്ടോ വിളിച്ചോണ്ടിരിക്കുക. സൊസൈറ്റി വന്നേ ആണോ? തുറന്നില്ല. ഹലോ ഞാൻ മണിമലയുണ്ട്. മണിമല എവിടെ? ക്യാമ്പിന്റെ അടുത്തോ? ഇല്ല, എനിക്ക് വരാൻ പറ്റത്തില്ല. പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ വേറൊരാളുടെ കൊടുക്കാം. ഇങ്ങോട്ട് വാ കേട്ടോ, ഇങ്ങോട്ട് വാ. നമ്മുടെ എംസിപ്പിന്റെ കൂടെ ചന്തയിലോട്ട് കയറി വാ കേട്ടോ. ലാൻഡ്മാർക്ക് പറഞ്ഞു കൊടുക്കും. ചന്തയിലോട്ട്, ഇവിടെ ചന്ത ഈ റേഷൻ കടയുടെ ഓർഡർ വന്നാൽ കാണിച്ചു തരാന്ന് പറ. അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. ചന്തയിലോട്ട് കയറി വാ. കയറി വാടാ. ആരാന്നറിയത്തില്ല, കയറി വാ. ഏതായാലും ഒരു ആണിന്റെ ശബ്ദമല്ലേ കേട്ടെ. നിന്നോട് എന്തോടി? എന്നോട് എപ്പോഴും മിസ് കോൾ വിടുന്നു. ഇങ്ങനെ രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല കോൾ വിടുന്നു ഒരുമാതിരി. ഹലോ, കട്ട് ചെയ്ത് സ്പീക്കർ കണ്ടതായിരുന്നു. എന്റെ ഫോണിലെ റെക്കോർഡില്ല, അതാണ് പ്രധാന പ്രശ്നം. അല്ല, ഇത് എന്ന് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ചേച്ചി ഇല്ലായിരുന്നല്ലോ എന്റെ കൂടെ കഴിഞ്ഞ ചേച്ചിക്ക് വയ്യാഞ്ഞോണ്ടേ. അപ്പൊ ആ സമയത്തൊക്കെ പോയപ്പോഴത്തേനും അപ്പൊ എന്റെ നമ്പർ വാങ്ങിച്ചാലാന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ എപ്പോഴും അവിടെ ഇല്ലാത്തോണ്ട് ആവശ്യമല്ലേ പിന്നെ നമ്മൾ നമ്പർ കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുത്തത് ഇപ്പൊ ഭയങ്കര ശല്യമാ. എനിക്കിപ്പോ അവരുടെ എല്ലാം മുമ്പ് ഇരുന്നെല്ലാം പറയാൻ പറ്റത്തില്ല. ശരിയാ, നാണക്കേടല്ലയോ? നീ എത്രയെന്ന് പറഞ്ഞാലും പിന്നെയും വിളിക്കുക. അവന് വരണമെന്നല്ല പറയുന്നത്. നീ സ്പീക്കറിലിട്. ഹലോ, നിങ്ങൾ ഇങ്ങോട്ട് വാന്നേ. ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്നേ, കേറി വാ. ഇങ്ങോട്ട് കേറി വാ. എവിടെ നിൽക്കുന്നു? കാറിന്റെ അടുത്താണ് ഇപ്പൊ ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വാ. എവിടെ എന്റെ കൂടെ പലരും കാണും. നിങ്ങൾ ഇങ്ങോട്ട് വാ.
ഇല്ല ഇല്ല പറ്റത്തില്ല. കൂടെ നിൽക്കുന്നവരെ ഒറ്റയ്ക്ക് അങ്ങനെ വിടുന്നില്ല. കൂടെ നിൽക്കുന്നവരെ കാണാൻ പറ്റുമെങ്കിൽ വന്നിച്ചാ അത് ഇങ്ങോട്ട് കയറി വന്നു. അയ്യോ അങ്ങനെ ഇവിടെ കണ്ട് നിപ്പുണ്ട് കേട്ടോ. കേട്ടോ ഇവിടെ ഇവിടെ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നെ ഓടിക്കാന്നറിയാം. അല്ല അതാണ് അതല്ല അത് സെക്യൂരിറ്റി മേനെ. ആരടിയില്ല നീ നോക്കുന്നേ? അതാ സെക്യൂരിറ്റി നിൽക്കുന്നത് സാറാ. അവനാ തോന്നുന്നു. അവനാ തോന്നുന്നു. ആണോ നിൽക്കുന്നതല്ലേ? ആന്നാന്ന്. ആണോ? അവൻ തന്നെയാ. അവന്റെ വയറ് തന്നെ അങ്ങനെ ഇരിക്കുന്നത്. വാ അവനാണോ? ആന്നാന്ന്. ആണോ? വാ. എന്റെ പൊന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ടയച്ചാലും മതിയെന്ന്. അയ്യേ എന്നത്തിന് കുഴപ്പമാടാ? ചിമ്പടപ്പെട്ട വാട കഴിഞ്ഞിട്ട് വാട മോനെ. ആ ഹലോ എന്തോ ഇപ്പൊ മിണ്ടാതെ പോന്നേ? ഇതാണോടി? ഇത് തന്നെയാ ഇത് തന്നെയാ. പെണ്ണിനെ നീ ആരാ തൊടാന്? ഇവിടെ തൊടാൻ നീ ആരാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല എനിക്കൊന്നും പറയാനില്ല. നീ പറ നീ പറ. നിങ്ങൾ പോയി അവിടെ വേണോ? വരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു. ഇല്ല ഇല്ല ഒറ്റയ്ക്ക് എങ്ങോട്ട് എന്തിനു വരാനാ? കെട്ടിയോനുണ്ടെന്നേ. ഒറ്റയ്ക്ക് ചെല്ലാന് അവക്ക് കെട്ടിയോനുണ്ട്. നിങ്ങക്ക് കെട്ടിയോളില്ലേ? ഇല്ല, അയാൾക്ക് കെട്ടിയോളൊന്നും ഇല്ല. അയാൾ തന്നെയുള്ള അവിടെ. ചുമ്മാതല്ല. പോയി കെട്ടടാ. പിന്നെ ബറോട്ട ഇറച്ചി വാങ്ങിച്ചാ എന്നാ ബറോട്ട ഇറച്ചി അവർക്ക് എനിക്ക് പൊറോട്ട ഇറച്ചിയൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. നിന്റെ വേണ്ട. അവക്ക് മേടിച്ചു കൊടുക്കാൻ അവിടെ ആമ്പിള്ളേരുണ്ട്. 4 മണിയായി ഞാൻ നിനക്കറിയോ പെമ്പിളാടെ വില? നിനക്കറിയാവോ? അപ്പൊ നിന്നെ കാണിക്കാം. പെമ്പിളാടെ വില, പെണ്ണിന്റെ വില, പെണ്ണിന്റെ കൈന്റെ ചൂടി അറിയും. പെണ്ണിന്റെ വില അറിയോ നിനക്ക്? നിങ്ങൾക്ക് അസൂയ. അസൂയല്ല. ആ ഈ പോന്നിന് ഞങ്ങൾക്ക് അസൂയ. അന്ന് നീ കരുതിക്കോ. അച്ഛന്റെ പ്രായം, അച്ഛന്റെ പ്രായം തനിക്ക്. അച്ഛന്റെ പ്രായം. അതിപ്പോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇല്ലല്ലോ ചോദിക്കാൻ. ആരെങ്കിലും പെണ്ണിനെ പിടിക്കത്തില്ലേ? അല്ല നീ മുള്ളുമുറിക്കണ്ട. കേറാ അതൊക്കെ കേറാ. നാണം കെട്ട പരിപാടി. ആ നാണം കെട്ട പരിപാടി. ഇത് നല്ല പരിപാടി ഇല്ലേ? പയറും കാണിക്കുന്ന കുഴപ്പമില്ല. കാണിക്കുന്നതിന് കുഴപ്പമില്ല. ഫോണും എടുത്ത് അതായത് നമ്പരും വാങ്ങി. അവര് ജോലി ചെയ്യുന്നവരാ. ആ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ നിങ്ങൾ നമ്പർ വാങ്ങിച്ചു അവര് രാവും പകലുള്ള സമയത്ത് നിങ്ങൾക്ക് വിളിക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കുന്നത്? ഞാൻ അവിടെ വരുമ്പോ നിങ്ങൾ തന്നെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ നമ്പർ തന്നെ അല്ലേ? ഇല്ല പറ്റത്തില്ല. ഞാൻ ഏതാന്നോ ഇപ്പൊ തെളിയിക്കണം. ഞാൻ ഏതാന്ന് ഞാൻ ആരാണ് തെളിയിക്കണം നിന്നെ? നിനക്ക് കുഴപ്പമില്ല. നീ അതൊക്കെ ബറോട്ട ഇറച്ചി മാറ്റി. ഊരടിക്കും ഞാൻ പറഞ്ഞു. നിനക്ക് വേണോ? നിനക്ക് വേണോ? നിങ്ങൾക്ക് അസൂയാണ് ചുമ്മാ. ആ അസൂയ. ഞാൻ അസൂയ. പെമ്പിളടുത്ത് ആണുങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് അസൂയാണ്. നിങ്ങൾ കല്യാണം കഴിച്ചല്ലേ? ഞങ്ങള് കല്യാണം കഴിച്ചു. മക്കളും ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ? നീ എന്നെ ഇങ്ങനെ നടക്കുന്നേ? നിനക്ക് സ്വന്തം പമ്പറത്തിൽ പോയി പിടിക്കത്തില്ലേ? ഞങ്ങളിവിടെ ജോലി ചെയ്യുന്ന 4-ാം വാർഡിലെ ഇവളാണേ. ഇവള് ഒരു മാസമായിട്ട് ഇവള് ദിവസം ഇവിടെ വീട്ടിലായി ഇവരുടെ വാർഡിലായതുകൊണ്ട് ഇവക്ക് നമ്പർ കൊടുത്തു. എന്താ പേരും ഗൂഗിൾ പേ ചെയ്യാനോ അവിടെ ഇല്ലല്ലോ. അന്നേരം വരുമ്പോ ഒന്ന് വിളിച്ച് പറയാനോ ഒക്കെ നമ്പർ കൊടുത്തു. സാമാന്യം ഞാനും അങ്ങനല്ലേ തരുന്നത്. ശിവച്ചാരനും അങ്ങനല്ലേ. ഇവനുണ്ടല്ലോ രായൊന്നില്ല പകലൊന്നില്ല എപ്പോഴും ഇവളെ അങ്ങ് വിളിയ. എന്നിട്ട് ഇവക്ക് ചെല്ലാന് ഇവിടെ കൂടെ ചെല്ലാൻ ഇവന്റെ കൂടെ ചെല്ലാന് ബറോട്ടായി ഇറച്ചി മേടിച്ചു കൊടുക്കാം. ഞങ്ങളുടെ വാർഡിലുള്ളതാ. എന്നിട്ട് നമ്മുടെ ഭാഗത്തുള്ള ഞങ്ങൾക്ക് അസൂയാണെന്ന് ഇവര് മിണ്ടുന്നതിന് ഞങ്ങൾക്ക് അസൂയാണ്. ആളില്ലടാ അങ്ങോട്ടോ. ഇവന്റെ അടുത്ത് നമ്മൾ തന്നെ ചെയ്യണ്ടേ? പിടിച്ചു കൊണ്ടുപോകണം. ചേട്ടന് ബറോട്ട ഇറച്ചി വേണോ? എനിക്ക് വേണ്ട കേട്ടോ. നിങ്ങളുടെ പൊറോട്ട ഇറച്ചി തിന്നേണ്ട കാര്യമില്ല. ഞാൻ പോട്ടെ. നാളെ വിളിക്കും കേട്ടോ. ജോലിക്ക് പോയിക്കോണോ? ഞാൻ പോട്ടാ. ഫോൺ അടിക്കണേ ജോലിക്ക് പോയാലേ. ഇതിന് എന്റെ ഫോണൊക്കെ എടുക്കണേ. പിന്നെ നിന്റെ ഫോണല്ലേ എപ്പോഴും വിളിക്കുന്നത്? അതുകൊണ്ട് ഈ ഫോൺ തന്നാ കാണാൻ പാടാ. എനിക്ക് നമ്പർ കാണാതെ എനിക്കറിയാം. കലണ്ടറിൽ എഴുതിയിട്ടുണ്ട്, ചുമരിൽ എഴുതിയിട്ടുണ്ട്, അടുക്കളയിലെ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്, ബാത്റൂമിൽ എഴുതിയിട്ടുണ്ട്. മറന്നു പോണെങ്കിലാന്ന്. എന്നത്തിന് ഇവളെ വിളിക്കുന്നേ? പെണ്ണുങ്ങളുണ്ടോ? നീ ഇത് പബ്ലിഷ് ആക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ നിങ്ങക്ക് നാണമില്ലേ? എന്താണ് മുതുക്കൻ
ആണോ? അതാ ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടില്ലേ ഞങ്ങള് മാറിയും തിരിഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അയാൾക്ക് ഒരു കൂസലും ഇല്ല. സമാധാനം കൊടുത്തിട്ടില്ലേ ഇവക്ക്? ഇവിടെ ഇവന്റെ വയറിനകത്ത് തന്നെ കിടക്കുന്നേ. ഇങ്ങോട്ട് വാ എവിടെ പോവാ? എടോ, നിങ്ങളുടെ വാർഡ് വേറെ പെണ്ണുങ്ങൾ ആരുമില്ലേ? അവര് ജീവിക്കാൻ ഇറങ്ങുന്നത് പറയാൻ മനസ്സിലായോ? തന്നെ ഒരാളെ മനസ്സിൽ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തല്ലേ വേറെ ആരെങ്കിലും നോക്കണേ. അയാൾക്ക് ഭർത്താവും 2 മക്കളും ഉണ്ട്. നിങ്ങൾ വേറെ ആളിനെ നോക്കാനെന്ന് നിങ്ങൾക്ക് നാളെ എത്രയും പ്രായമായില്ലേ? നിങ്ങളുടെ പെണ്ണുമ്പളി മക്കളൊക്കെ എന്ത് ചെയ്യേ? ചിലപ്പോ ഈ സ്വഭാവം കൊണ്ട് കോഴി സ്വഭാവം ഇട്ടിട്ട് പോയതായിരിക്കും. അറിയത്തില്ല. ചെല്ല് വിട്ടുപിടി, ഇവിടെ വിട്ടുപിടി, വേറെ ആരെങ്കിലും പോയി നോക്ക്. ഞാൻ വരുന്നില്ല, പറ്റത്തില്ല. നീ വിളിക്കാൻ നീ ആരാടാ? ഞാനൊരു പുരുഷൻ. ഏത് പുരുഷൻ? നിന്നെ കണ്ട പുരുഷൻ തോന്നുമോ? ഉത്തമ പുരുഷൻ. ഉത്തമ പുരുഷൻ. എന്റെ പേര് ഉത്തമൻ. ഉത്തമ പുരുഷൻ. ഉത്തമൻ. നിന്റെ എവിടെയാ ഉത്തമ ഇരിക്കുന്നേ? ഉത്തമൻ തലയിലും കാലിലും. നിന്റെ വേറെ കൂട്ടുകാരെങ്കിലും നമുക്ക് അവരെ കൂടെ വിളിച്ചാലോ ചേച്ചി? വിളിക്കാം. ഇനി ഇവരെയൊക്കെ നേരിടണമെങ്കിലേ പെണ്ണുങ്ങളെല്ലാം കൂടെ ചേർന്നെങ്കിൽ ഇങ്ങനെയുള്ള പൂവാലന്മാരെയൊക്കെ ഒതുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇതെന്തൊരു ഭദ്രാളിയെ പോലെ തുള്ളണം. ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതെ, അവിടെ ഒറ്റ കൂട്ടുകാരി, അതറിയാവോ? ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ തോന്നിവാസം നടക്കുന്ന നീ തോന്നിവാസം കിടക്കാൻ കൊള്ളാന്നല്ലെന്ന് ഞാൻ ഇതുവരെ അത് കുടുംബത്തിൽ പറഞ്ഞതാ. നിങ്ങൾ എവിടെ ഉള്ളത്? ഞങ്ങൾ ഇവിടെ ഒക്കെ ഉള്ളതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇടപെടണം. എന്തിന് നീ എന്തിനാടാ ഇതിന്റെ ആവശ്യത്തിന്? ഇതെന്തിനാണ് നീ ആവശ്യത്തില്ലാത്ത ഇറങ്ങുന്നേ? നീ എന്തിനാ ഇതിനകത്ത് ഇറങ്ങുന്നേ? എന്തിനാ ഇറങ്ങുന്നേ? എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടുന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ വെളിയിൽ ഇവിടെ വരുമ്പോ പറയാൻ അവർക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിലോ? എനിക്ക് എന്തെങ്കിലും പറയണ്ടേ? നീ ആരോടെങ്കിലും പറ. ആരോടും പറയാൻ പറ്റും. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ പറയാൻ പറ്റും. ഇഷ്ടപ്പെടുവാൻ വേണ്ട. ഞാൻ പറഞ്ഞില്ല. നീ ഇപ്പൊ അങ്ങനെ പറയണത്? എന്താ പിന്നെ ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഹലോ ഹലോ എന്ന് പറഞ്ഞാ പിന്നെ തിരിച്ച് മറുപടി. അവളെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു പേര്. ഞാനും മാന്യമായിട്ട് വീട് വെച്ച് താമസിക്കാം. മനസ്സിലായി. ഈ നാട് മുഴുവൻ മനസ്സിലായി. വിളിച്ചോ? മാന്യത ഉണ്ടെന്ന് മനസ്സിലായി. മൊത്തം മനസ്സിലായി കേട്ടോ. നിനക്ക് മാന്യത ഉണ്ടെന്ന് മൊത്തം കണ്ടോ? പെണ്ണുങ്ങളുടെ കയ്യിൽ പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചോണ്ട് വരുന്നല്ലേ? പിന്നെ വിടരുത് കേട്ടാ. പിന്നെ സോക്കാനാടി ഭയങ്കര ഒക്കെ എന്ത് ചെയ്യുന്നേ? ഇയാള് നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ല. ആരാ? ഞങ്ങളുടെ വാർഡിലുള്ള ഒരാളാ. ഇവളെ കൊണ്ടുപോകണം. എനിക്കൊരു ബന്ധമില്ലേ? അവരുടെ ബന്ധം ഇവിടെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്. ഹലോ ചേച്ചി ഇങ്ങോട്ട് വന്നേ ചേച്ചി. ആരുടെ ഫോൺ നമ്പർ? പോലീസിനെ വിളിച്ചിട്ടുണ്ട്. അവിടെ വിളിച്ചിട്ടുണ്ട്. അവര് വരും ഇപ്പൊ. അപ്പോഴത്തേക്കും നിങ്ങൾ കാര്യം ഡീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവര് അവിടെ കടലുള്ളവര് വിളിച്ചു. നിങ്ങൾ പോയി. ഞങ്ങള് പോവാനോ? എന്താ അറിയണ്ട ചേട്ടൻ? ഞാൻ നിൽക്കരുത്. നിങ്ങൾ പറഞ്ഞ അല്ല ചേട്ടനെ വിഷയല്ലേ ഇവളുമായിട്ട്? ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പരിചയക്കാരൻ. ഞങ്ങൾ പരിചയക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കും. ഫോണിൽ കൂടെ വിളിക്കും. എന്നത്തിന് ഫോണിൽ കൂടെ വിളിക്കുന്നത് എന്തിനാണ്? ഇവളെ ഫോണിൽ വിളിക്കുന്നത്? അതുകൊള്ളു. അല്ല ആരെയും ഫോണിൽ വിളിച്ചു. ആരെ അങ്ങനെ ആവശ്യമില്ലാതെ വിളിക്കട്ടെ. തീരുമാനമാ. നിങ്ങളെ ഓർഡറാണ്. അതെ അങ്ങനെ ഓർഡറാ. താഴെ നീ അവരെ പറയാനാ. നീ വാ. എങ്ങോട്ട് വരാ? ഒത്തിരി നേരമാണ് തന്റെ ആരാ ഇയാള്? ജനങ്ങളെ ഇവിടെ കൂട്ടണോ? പെണ്ണുങ്ങളെ കൂട്ടണം. ജനങ്ങളെ കൂട്ടണോ? തന്റെ ആരാ ഇയാള്? ആരുമല്ലേ താമിരുന്നാണ് ഈ വരെ വിളിക്കുന്നത്. തലക്കടി തരണോ? ചെവിക്കലടി തരണോ? ഒന്ന് കൊടുത്തോ. പെണ്ണുങ്ങളെ പീഡിപ്പിക്കാൻ നിങ്ങളുടെ വാർഡിൽ ആരാ മെമ്പറെ വിളിച്ചേ? നമ്മളെ വിളിച്ച് ശല്യം ചെയ്യുന്നത് അജിതേ. താൻ ആരാ ഇവളെ വിളിക്കാൻ? ഒരു കുടുംബമുള്ള ഒരാളെ വിളിക്കാൻ താരാരോടു? അങ്ങനെ വിളിച്ചൂടെ? അങ്ങനെ വിളിക്കണ്ട. എന്തൊരു ശല്യം. അല്ലേ തനിക്ക് ആരുമില്ലേ? ഭാര്യ മക്കളൊന്നും ഇല്ലേ? ഈ ബഹളം ഇവിടുത്തെ താരാരാ? ഇവിടുത്തെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഇങ്ങനെ പറഞ്ഞു നടന്ന ശല്യം ഞാൻ താരാരാ? മിണ്ടാത്തേ? ഇപ്പൊ അതല്ല ചേച്ചി. അല്ലേ ഇയാൾ എന്തിനാ വിളിക്കുന്നത്? ഇവർക്ക് ഭർത്താവ് മക്കളോ താൻ പാടില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം വാർഡ് നടക്കുന്ന ഞങ്ങളെ ആരും ഇങ്ങനെ വിളിക്കുന്നില്ല. താരാരാ? ഇതിപ്പോ ഭയങ്കര ശല്യം. അതുകൊണ്ട് തന്നെ എന്റെ ശല്യം തീർക്കാനാ ഇന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനാണോ? ഫോട്ടോ എടുക്കാൻ നിന്നേരം
ഫോട്ടോ എടുക്കാൻ നിന്നേരാമോ? തന്റെ ശല്യം ഇന്നോട് തീർക്കും. മതിയാ മതിയാ ഇവനെ ചാന്തുകൊണ്ടാ മതിയാ ഉണ്ടോ നോക്കി ചേച്ചി ഇങ്ങനത്തെ മതിയാ ഇതൊക്കെ പല പറയും. ഇവിടെ വിളിക്കാനോ? തന്നെ ചെവിക്കല്ല അടിച്ചു പൊടിക്കും വിളിച്ചോണ്ട് പോയാല്. തനക്ക് ധൈര്യം വിളിച്ചോണ്ട് പോകും. ചേച്ചി ഞങ്ങള് മാറി വരണ്ടേ? നീ മാറ്, ഞാനോ? നിങ്ങൾ മാറ്. ഞാൻ മാറാനോ? വാ വാ. പിന്നെ കോഴിയാന്നവര് വരുന്നുണ്ടല്ലേ ഇവ? പഞ്ചായത്തിലെ സെക്രട്ടറിയെ വിളിക്കണി. വിളിച്ചില്ല നിങ്ങള്? ഞാൻ എന്നെ വിളിച്ചോണ്ട് വന്നത്. അഞ്ചിത വിളിച്ചോ? എനിക്ക് താനുമായിട്ട് എന്റെ ബന്ധുവാ? തന്റെ കെട്ടിയാലാണോ? അല്ല, എനിക്കിപ്പോ ഒരാൾ പരിചയമുള്ള പരിചയമുള്ള ഒരാളെ വിളിച്ചോട്ട് തന്റെ കൂടെ വരാതിരിക്കാണോ? നിന്റെ കെട്ടിയാലാണോ അവള്? എന്താ ബന്ധവാ? കല്യാണം നടത്തിയിട്ടുണ്ടോ? എനിക്ക് അറിയത്തില്ല ചേച്ചി. ഞാൻ പിന്നെ തന്നെ തന്നെ പേര് ചോടുവാണ് ഇവിടെ. നിങ്ങളാരോ നിങ്ങളെ പേര് ഞങ്ങള് പേര് താനറിയണ്ട. ഒരു പെണ്ണാ. പിന്നെ നിങ്ങൾ ഇത്രയും സംസാരിക്കുമ്പോ എനിക്ക് നിങ്ങളെ പേര് അറിയണം. നീ എന്തിനാ അവനെ വിളിക്കണേ? ആരെ? അയാളെ ഞാൻ അവരെയല്ലേ നിങ്ങളെ അവളെ വിളിച്ചില്ല. വിളിക്കണ്ട. നിങ്ങളെ വിളിച്ചാ എന്നെ വിളിച്ചാലും വരും. അവളും വരുന്നില്ല. ഇത് കഷ്ടമായില്ലോ. പെണ്ണ് വരുമെന്ന് ഓർത്തോ? നീ ഓർത്തോ? നീ ഓർത്തോ? പെണ്ണുങ്ങളെല്ലാം ഞാൻ വരുമെന്ന് ഓർത്തോ? പേടിച്ചാൽ ജയിക്കുന്നവരൊന്നുമല്ല പെണ്ണുങ്ങള്. ഞാൻ പറഞ്ഞോ നിങ്ങൾ പേടിച്ചാണ് ജീവിക്കണമെന്ന്. നീ എന്തിനാ എവിടെ പറയാനോ നീ വിളിക്കുന്ന അവളെ? ഞാൻ ഇവിടെ വരെ വന്നപ്പോ ഒരു നീ എന്തിനാ വിളിക്കുന്നത്? എങ്ങോട്ട് പറയാൻ വിളിക്കുന്നത്? ഞാൻ ഇതുവരെ വന്നപ്പോ ഇന്നെ നീ ആ ബന്ധം തന്നെ നീ ആയിട്ടുള്ള ഇവളെ വിളിച്ചോടെ നിനക്ക് എന്നാ ബന്ധം? നിന്റെ അമ്മയാണോ? നിന്റെ പേരാണോ? ശൈല ചേച്ചി അത് നിന്റെ കെട്ടിയാണോ? ശല്യം ചെയ്തേ. കാർ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നു. കാർ എന്നാ കാറ്? കാർ കണ്ടിട്ടില്ലേ? കാറിൽ കൊണ്ടുപോകാൻ അവളെ വിളിച്ചോണ്ട് പോകാൻ. കൊണ്ട് രണ്ട് പെരോട്ട ഇറച്ചി പൊറോട്ട കേട്ടത് അവർക്ക് കെട്ടിയാലോ മേടിച്ചു? അല്ലെ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളൂ. പയ്യക്കാർക്ക് ഒരു പെരോട്ട ഇറച്ചി ഭക്ഷണമാണ് കേട്ടാ. കാണണം ഇപ്പൊ താന്. ഞാൻ ഇവിടുന്ന് വലിയ മൂച്ചൊക്കെ താൻ ഇവിടുന്ന് അവിടെ കടല വെച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ വരുമോ? നീ വിളിച്ചെന്നെ പറഞ്ഞ പൊറോട്ട ഇറക്കി കഴിക്കുന്നതാണ് പെണ്ണുങ്ങളെ. ഇത് രണ്ട പെണ്ണുങ്ങളെ വിളിക്കാൻ പറ്റുന്നേ. കെട്ടിയാലാണ് ഇവിടെ. പെണ്ണുങ്ങളെ വിളിച്ചില്ല, ഞാൻ അവരെല്ലാം വിളിച്ചോളൂ. അവരെ വിളിക്കണ്ട. അവരൊരു പെണ്ണ കേട്ടോ? അവരെ വിളിക്കാം. നിങ്ങളാരും ആണോ? ഞങ്ങളാണ്. വേണോ? ആന്റെ ചൂട് അറിയണോ നിനക്ക്? ആണുങ്ങളെ ചൂടറിയാനോ? രണ്ടാണുങ്ങളും ഒരു പെണ്ണും. നീ എന്തിനാണ്? എനിക്കിപ്പോ ഇങ്ങോട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടതാ ഇവിടെ ഭയങ്കര ഇവിടെ ഇയാൾ കുറെ നേരമായി നീ കൊച്ചിനെ കിടന്ന് വിളിക്കുന്നത്. അവിടെ കിടന്ന് വിളിയാണെന്ന് ഫോണിനകത്ത് കിടന്ന് വിളിയോടെ വിളി. നമ്പർ അല്ല ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിനാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പെണ്ണുങ്ങളെ വിട്ടോളൂ. അടുത്ത ആളെല്ലാം വന്നല്ലോ. ആള് വരും. ആളുള്ളവരാ. ആളുണ്ട്. നീ ഓർത്തോ ആരും ഇല്ലെന്ന്? ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞപ്പോ ഇത്ര എണ്ണത്തിൽ ഒറ്റയ്ക്ക് കാണിച്ചു തരാം. അവിടെ നില്ല. ഇനി നിന്ന കാര്യം ഭക്ഷണം നീ പോകുന്നില്ല. ഞാൻ ഓടിപ്പോവും. പിടിച്ചു ഞാൻ ഓടിപ്പോവും. ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോണ്ടേ? വേണ്ട നീ പോരാ. അവിടെ ഇടും. എനിക്ക് ഇനി നാളെ അവിടെ ഒക്കെ വീട് കയറാൻ വരണ്ടി. അത് തന്നെ. നിങ്ങളെ ഞാൻ അറിയുമ്പോഴേക്ക് ഈ കൊച്ചിന്റെ കുടുംബജീവൻ താക്കാൻ നടക്കണോ നിങ്ങള്? അറിയാതെ ചോദിക്കുക. നിങ്ങളുടെ ഉദ്ദേശം എന്താ? എനിക്കൊരു ഉദ്ദേശം സംസാരിക്കണം. ഒരു കാര്യം ചെയ്യിക്കും. ഞങ്ങൾ ഇത്രയും പേര് നിൽക്കും. ഞങ്ങൾ ഇത്രയും പേര് നിൽക്കും. സംസാരിക്കണോ? ഇതിപ്പോ ചലന്തി വലയുടെ ഇടയ്ക്കായി എനിക്ക് പോകാൻ സമയം. വണ്ടി വിടരുത്. റോഡിൽ വണ്ടി കിടക്കുന്നത്.
ഞാൻ വന്നില്ല, നിങ്ങൾ കണ്ടുമില്ല. പഞ്ചായത്തിൽ നാളെ വരും, എന്നിട്ട് നീ പോയാ ആ ഡേ ഇതാ വരുന്നു, ഡേയ്. ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് പറയണല്ലോ, പറയട്ടെ. ഒരു കാര്യം പറയാം, ഒരു കാര്യം ചേച്ചി അവിടുന്ന് മാറി ചേച്ചി. ചേച്ചി ഇത് ചേച്ചി അവിടെ ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം വേണ്ടേ? ക്യാമറ ഇറക്കണേ. അതെ, ബിഗ് പ്രാങ്ക്സ് എന്നും പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. ഞങ്ങളിന്ന് പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് മണിമല ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പമാണ്. അജിത ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് കൂടിയിട്ട് കൂട്ടുകാരികൾക്ക് പ്രാങ്ക് കൊടുത്തു. അത് ഒന്നൊന്നര പ്രാങ്ക് ആയിപ്പോയി. ഒന്നൊന്നര പ്രാങ്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഇത് ഓരോന്നും ഓരോ പ്രസ്ഥാനങ്ങളാണ്. അതെ അതെ അതെ, ഇതൊരു നല്ലൊരു പ്രസ്ഥാനം, അതിനേക്കാളും അടുത്ത പ്രസ്ഥാനമാണ്. നിങ്ങളെല്ലാരും നിങ്ങളെ മുമ്പില് ഒരു പുരുഷൻ ഇതേപോലെ വന്ന് നിന്ന കട്ടപ്പുക ഞാൻ ഓടിയിരുന്നെങ്കിൽ നിങ്ങൾ ആ വിറകുള്ളിയെടുത്ത് എന്നെ മണ്ട അടിച്ചേ, മനസ്സിലായോ? അടിക്കില്ലേ? കൃത്യമായിട്ട് അടിക്കുമായിരുന്നു. പക്ഷെ ക്യാമറമാന് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും എനിക്ക് അടികൊള്ളാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ ഒഴിഞ്ഞു നിന്നേ ഉള്ളൂ. ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രാജേഷാണ്. രാജേഷ് ഇന്ന് മൊത്തം ഞങ്ങളെ കൂടെ തന്നെയായിരുന്നു. രാവിലെ ഒരു ഷൂട്ട് കഴിഞ്ഞു, രണ്ടാമത്താണ്. പിന്നെ പേരെന്താ? രാധാമണി. അത് അജിത, ഗ്രേസമ്മ, റോസമ്മ, ശോഭന. എല്ലാരും ഒരു ഇതിലുള്ളത് തന്നെ. ഇത്ര പേരെ ഉള്ളത് ഇനിയുണ്ടോ? 19 പേരുണ്ട്. എന്താണ് നിങ്ങൾ ശരിക്കുള്ള ജോലിയും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ പുതിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. ഓരോ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക, നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുക അതാണ് ഞങ്ങളുടെ. ശരിക്കും നിങ്ങൾ ഒരു ലേഡിയെ നല്ലവണ്ണം പ്രൊട്ടക്ട് എന്നല്ല പറയാൻ, എന്തിനും മറ്റേ എന്തോന്ന് പറയും, ചക്രവ്യൂഹം സൃഷ്ടിച്ചെന്ന് തന്നെ പറയാം, അനങ്ങാൻ വയ്യാത്ത രീതിയിൽ അല്ലേ. അപ്പോൾ ബിഗ് പ്രാങ്ക്സിന്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണറക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം. എനിക്ക് ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഇത്രയും നടന്നതല്ല യുദ്ധം. ഈ സമ്മാനങ്ങൾ നിങ്ങൾ ഷെയർ ഇട്ടെടുത്തിട്ട് അടിയും പിടിയും കൂടി നാളെ ആശുപത്രി കിടക്കരുത്. അതുകൊണ്ട് കൃത്യമായിട്ട് വീതിച്ചാക്കി എടുത്തോളാം കേട്ടോ. എല്ലാവരും കൂടെ എടുത്തോളാം. അല്ലേ ഞങ്ങൾ അടി വെക്കും.